നിയമത്തിനെതിരെ നടന്ന ജനവിചാരണ യാത്ര വിവിധ ജില്ലകളിലെ ആവേശകരമായ സ്വീകരണങ്ങൾക്ക് ശേഷം തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ വമ്പിച്ച പൊതുസമ്മേളനത്തോടെ ഇന്നലെ സമാപിച്ചു. जब से इंसानियत का पड़ा है जवान पे जमहूरियत की. പാളയം ആശാൻ സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച സമാപന ജാഥയിൽ ആയിരങ്ങൾ അണിനിരന്നു. പൗരന്മാരുടെ അവകാശത്തെ പട്ടാളത്തം കരിനിയമം ഒരു നിയമത്തിനെതിരെ ഒരുപക്ഷെ ഇത്തരമൊരു ജാഥ നാടിന്റെ ചരിത്രത്തിൽ ഇതം പ്രഥമമായിട്ടാണ്. UAPA നിയമം കേരളത്തിലെ മാവോവാദികൾക്കും മുസ്ലിങ്ങൾക്കുമെതിരെ വൈരനിര്യാതനപരമായും രാഷ്ട്രീയ ആയുധമായും പ്രയോഗിക്കാൻ തുനിഞ്ഞ ഇടതു വലതു മുന്നണി സർക്കാരുകളുടെയും ജനസഭകളിൽ UAPA നിയമനിർമ്മാണത്തെ പിന്തുണച്ച എല്ലാ രാഷ്ട്രീയ കക്ഷികളിലെയും അംഗങ്ങളുടെയും ജനവിരുദ്ധ അജണ്ട തുറന്നു കാണിച്ച ജാഥയെ കേരളത്തിലെ സാധാരണക്കാരും ആക്ടിവിസ്റ്റുകളും വിവിധ സമുദായ ബഹുജന സംഘടനകളും സാംസ്കാരിക പ്രവർത്തകരും ഏക മനസ്സോടെ പിന്തുണച്ചു. പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകനായ A. വാസു, ജാഥ ക്യാപ്റ്റൻ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കേരള ഘടകം അധ്യക്ഷൻ കരമന അഷ്റഫ് മൗലവിക്ക് പതാക കൈമാറി. മെയ് 8-ന് കാസർഗോഡ് ഹൊസങ്കടിയിൽ നിന്ന് പ്രയാണം ആരംഭിച്ച ജാഥ കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഇളക്കിമറിച്ചു. UAPA നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ ജില്ലകളിൽ നിന്നായി ഏകദേശം 1 ലക്ഷത്തോളം പോസ്റ്റ് കാർഡുകളാണ് ജാഥയോട് ഐക്യദാർഢ്യത്തിൽ ബഹുജനങ്ങൾ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്ക് അയച്ചത്. വിവിധ ജില്ലകളിൽ മുൻകൂട്ടി നടന്ന സമര സന്ദേശയാത്ര, ജനവിചാരണ യാത്ര എത്തിച്ചേരുന്നതിന് മുമ്പ് ഓരോ യോഗസ്ഥലത്തും അവതരിപ്പിച്ച തെരുവ് നാടകം, പൈലറ്റ് വാഹനവും പ്രസംഗവും, ലഘുലേഖയും, ജനവിചാരണ യാത്ര ബുള്ളറ്റിനും, UAPA ഭവിഷ്യത്ത് വിശദീകരിക്കുന്ന ഓഡിയോ സിഡിയും, സമരഗാനങ്ങളും, പോസ്റ്റർ പ്രദർശനവും, തുടർന്ന് സംസ്ഥാന പ്രസിഡന്റ് നയിച്ച മുഖ്യജാഥയും എന്നിച്ച ജനവിചാരണ യാത്ര ട്രാഫിക് അച്ചടക്കത്തിലും ബഹുജന പങ്കാളിത്തത്തിലും ചരിത്രം രചിച്ചു. ജില്ലാ സമാപനങ്ങളോടനുബന്ധിച്ച് വിവിധ നഗരങ്ങളിൽ നടത്തിയ ടേബിൾ ടോക്കുകളിൽ UAPA കരിനിയമത്തെ ഏകകണ്ഠമായി എതിർക്കുക എന്ന ഒറ്റ മുദ്രാവാക്യം മുൻനിർത്തി ഒത്തുചേരുന്നതിന് വിവിധ മേഖലകളിലെ സാമൂഹിക, സാംസ്കാരിക, സാമുദായിക നേതാക്കൾ തത്വാധിഷ്ഠിത നിലപാടെടുക്കുകയും അഡ്ഹോക്ക് കമ്മിറ്റികൾ രൂപീകരിക്കുകയും ചെയ്തു. ജാഥാനന്തരം സംസ്ഥാനതലത്തിൽ വിപുലമായ കൺവെൻഷൻ ചേർന്ന് ഭാവി പരിപാടികൾക്ക് രൂപം നൽകാനും ധാരണയായി. UAPA എന്ന കരിനിയമം നവസാമൂഹിക പ്രസ്ഥാനങ്ങളെ തകർക്കാൻ ദുരുപയോഗിക്കുന്നതിനെതിരെയുള്ള താക്കീതായി മാറിയ ജനവിചാരണ യാത്ര കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ്. പുത്തരിക്കണ്ടം മൈതാനിയിൽ നടന്ന സമാപന സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സാദത്ത് സ്വാഗതം പറഞ്ഞു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റ് കരമന അഷ്റഫ് മൗലവി അധ്യക്ഷത വഹിച്ചു. കൊണ്ടുവന്ന് അവർ ചെയ്ത കുറ്റം വിചാരണയിലൂടെ കണ്ടെത്തി ആവശ്യമെങ്കിൽ ശിക്ഷ നടപ്പാക്കട്ടെ. പോലീസ് ഉണ്ടാക്കുന്ന കഥകളിൽ
ജയിലിൽ അവരുടെ ജീവിതം ഹോമിക്കരുത് എന്നാണ് നാം ആവശ്യപ്പെടുന്നത്. നാം ഈ യാത്രാവേളയിൽ കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചപ്പോൾ ഇങ്ങനെ പോലീസുകാർ രാത്രിയും അസമയങ്ങളിലും പിടിച്ചുകൊണ്ടുപോയ അനേകം ആളുകളുടെ കുടുംബങ്ങളെ നാം കാണാനിടയായി. ആ കുടുംബങ്ങളുടെ കണ്ണുനീർ നാം കാണാനിടയായി. ആ ജയിലിൽ കിടക്കുന്ന നമ്മുടെ ആ സഹോദരങ്ങളുടെ കുടുംബത്തിലെ പിഞ്ചോമന മക്കളുടെ കരച്ചിൽ നമുക്ക് കേൾക്കാനിടയായി. എന്നാണ് എന്റെ വാപ്പയ്ക്ക് മോചനമുണ്ടാകുന്നത്? എന്നാണ് എന്റെ ഭർത്താവ് മടങ്ങി വരുന്നത്? ആരാണ് എന്റെ മക്കളെ സഹായിക്കുന്നത്? എന്റെ വാപ്പയെ സഹായിക്കുന്നത് ആരാണ് എന്ന് കരഞ്ഞുകൊണ്ട് പല ആളുകളും ഈ ജാഥയിൽ, നമ്മുടെ ജാഥയിൽ വന്ന് അവരുടെ പ്രയാസങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ മർദ്ദിതരായ, ഈ വിവേചനത്തിനായിക്കൊണ്ടിരിക്കുന്നവരുടെ ഈ കരച്ചിൽ കേൾക്കാതിരിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും? അതുകൊണ്ട് ഈ മർദ്ദിത ജനവിഭാഗങ്ങളുടെ കരച്ചിലടക്കാൻ, അവരുടെ പ്രയാസങ്ങൾ ഒരു കൈ സഹായിക്കാൻ, അവരുടെ കണ്ണീരൊപ്പാനാണ് നാം ഈ യാത്ര തുടങ്ങിയത്. യാത്ര ഇന്നിവിടെ അവസാനിക്കുകയല്ല. നമ്മുടെ ഈ യാത്രയുടെ, ഈ സമരത്തിന്റെ തുടക്കമാണ് യഥാർത്ഥത്തിൽ നാം നടത്തിയിട്ടുള്ളത്. ഓൾ ഇന്ത്യ മില്ലി കൌൺസിൽ മുൻ ദേശീയ സെക്രട്ടറി ഇ അബൂബേക്കർ UAPA വിരുദ്ധ ജനവിചാരണ യാത്ര സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എന്ന് പോലീസ് പറയുന്നത്, പോലീസ് അവിടെ കൊണ്ടുപോയി വെച്ച് നാടകം കളിക്കുകയായിരുന്നു. ഇതൊക്കെ നമുക്കറിയാം, നാട്ടിലെ ജനങ്ങൾക്കും അറിയാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരു വാള് 2 ബോംബ് എന്നൊക്കെ പറഞ്ഞ കണ്ണൂർ ജില്ലക്കാർക്ക് എന്താ? പീനട്സ്, കടലമണി എന്നല്ലാതെ വേറെ എന്താ പറയാ? ഇത് വെച്ചിട്ടാണ് പോലീസ് ഇവരുടെ പേര് നേരെ UAPA ചാർത്തിയത്. കണ്ണൂർ ജില്ലയിൽ നിന്ന് CPMന്റെ ആസ്ഥാനത്ത് നിന്നും അല്ലാതെയും നിരവധി ബോംബുകളും വാളുകളും തോക്കുകളും പോലീസ് കസ്റ്റഡിയിലുണ്ട്, എടുത്തിട്ടുണ്ട്. അവിടെ UAPA ചാർത്തിയിട്ടില്ല. RSSന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് പോലീസ് തോക്കും വാളും അതുപോലെ പല ആയുധങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. അവിടെയും UAPA ചാർത്തിയിട്ടില്ല. പക്ഷേ എന്തുകൊണ്ട് അവിടെ 21 മുസ്ലിം ചെറുപ്പക്കാർ അവിടെ അവരുടെ പേരിൽ UAPA ചാർത്തി അവരെ ജയിലിലേക്ക് അയച്ചിരിക്കുന്നു? നിങ്ങൾ മനസ്സിലാക്കണം, ഈ ചെറുപ്പക്കാർ ഇവർ മാത്രമല്ല, ഇത്തരം ആയിരക്കണക്കിന് ചെറുപ്പക്കാർ സ്വന്തം സ്വപ്നത്തിന്റെ മേഖലകൾ തകർത്തെറിയപ്പെട്ടവരാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ്. അവർക്ക് സ്വപ്നം കാണാൻ സാധിക്കുമായിരുന്നല്ലോ ഒരു കാലഘട്ടത്തിൽ. ഈ ചെറുപ്പക്കാർ വിപ്ലവത്തിന്റെ വാചാടോപത്തിൽ സ്വയം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആളുകളാണ്. ഈ ചെറുപ്പക്കാർ സമുദായത്തിന്റെ ഗരിമയിൽ, ഗർവിൽ സ്വന്തം നട്ടല് കാണാതായി പോയിട്ടുള്ള ആളുകളാണ്. ആ ചെറുപ്പക്കാർ പോപ്പുലർ ഫ്രണ്ടിൽ അവരുടെ ജീവിതം വീണ്ടെടുക്കാൻ വന്നിരിക്കുകയാണ്. അവിടെ അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വെക്കുന്നത് അവർ കാണുകയാണ്. അവിടെ നട്ടെല്ലു നേരെ നിർത്താൻ അവർ പരിശീലനം നേടുകയാണ്. അവിടെ അവർക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അവരുടെ മിഴിക്കോണുകളിലുള്ള കണ്ണുനീരിൽ പ്രത്യാശയുടെ കിരണങ്ങൾ വന്നു പതിക്കുന്നതാണ് അവർ കാണാൻ സാധിച്ചിട്ടുള്ളത്. ആ സംഘടനയെയാണ്, ആ വിഭാഗത്തെയാണ് നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. ആ പോപ്പുലർ ഫ്രണ്ടിനെയാണ് നിങ്ങൾ ഊതിക്കെടുക്കാൻ ശ്രമിക്കുന്നത്. ഞാനൊരു കാര്യം ആണയിട്ട് പറയുന്നു, ദൈവം സാക്ഷി, നിങ്ങൾക്കത് സാധ്യമല്ല. ദൈവം സാക്ഷി, നിങ്ങൾക്കത് സാധ്യമല്ല എന്ന് ഞാൻ പറയും. തീർച്ചയായും സാധ്യമല്ല. ആ ജനുസിൽപ്പെട്ടവരല്ല ഈ ഇരിക്കുന്ന ആളുകളും എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകളും എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. UAPA വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത് ജനസഹസ്രങ്ങൾ ഏറ്റുപറഞ്ഞു. ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട മഹത്തായ ഇന്ത്യയുടെ
ഭരണഘടനാ മൂല്യങ്ങളായ നീതിയും സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ഉയർത്തിപ്പിടിക്കുന്നതിന് പൗരന്മാർക്കിടയിൽ വിവേചനമില്ലാതെ തുല്യനീതി നടപ്പാക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കേണ്ടതുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആദിവാസികൾക്കും ദളിതുകൾക്കും മുസ്ലിങ്ങൾക്കും ദരിദ്ര ജനകോടികൾക്കുമെതിരായ UAPA മുതലായ കരിനിയമങ്ങൾക്കും ഭരണകൂട അതിക്രമങ്ങൾക്കും പോലീസ് വേട്ടകൾക്കും ജനവിരുദ്ധമായ സർക്കാർ നീക്കങ്ങൾക്കുമെതിരായി ജനപക്ഷ പോരാട്ടം തുടരുമെന്നും UAPA പോലുള്ള കരിനിയമങ്ങൾ എടുത്തു കളയുന്നതുവരെ പോരാട്ട രംഗത്ത് ഉറച്ചു നിൽക്കുമെന്നും ഭീഷണികളെയും മർദ്ദനങ്ങളെയും ജനാധിപത്യപരമായ രീതിയിൽ ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിക്കുമെന്നും ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റി ഫാക്കൽറ്റി പ്രൊഫസർ SAR ഗിലാനി ആശംസ അർപ്പിച്ചു. The national song of Iqbal was played, Sare Jahan se Acha Hindustan Hamara. I was just thinking that if Iqbal comes back today, would he still write Sare Jahan se Acha Hindustan Hamara, Hum bulbule hain iski ye gulstan hamara? I doubt it. Because this Gulstan, this paradise, this garden has become a hell. And those nightingales about whom Iqbal is saying that we are singing in our garden, in our paradise, those nightingales are oppressed. Their voice is stifled. They are silenced. And if Bhagat Singh comes back, would he be happy to see the kind of independence, the kind of independent India today is? തുടർന്ന് ഒട്ടേറെ പ്രമുഖർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഒരു സമ്പൂർണ്ണ മാറ്റമാണ് ആവശ്യമായിട്ടുള്ളത്. അതിന് രംഗത്ത് വരേണ്ടത് ഈ രാജ്യത്തെ ജനത തന്നെയാണ്. അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗം തങ്ങളുടെ അവകാശങ്ങൾ തിരിച്ചറിയുകയും അവർ സമ്പൂർണമായ ഒരു മാറ്റത്തിനു വേണ്ടി തെരുവിലിറങ്ങുകയും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളുടെ രാജ്യം ഈ ശക്തികളുടെ കൈകളിൽ നിന്ന് ഒരിക്കലും തന്നെ മോചനപക്ഷപാതവും മൂലം നമ്മളുടെ ഭരണകൂടം രാജ്യത്തെ ജനത്തിന്റെ ശത്രുവായി മാറിയിരിക്കുന്നു. അത് കാരണം അവർക്ക് ഭീകര നിയമങ്ങൾ എന്നും ആവശ്യമുണ്ട്. അവരുടെ കയ്യിൽ അവരതിൽ കയ്യിൽ വെക്കുക തന്നെ ചെയ്യും, ജനം ജാഗ്രത പൂണ്ടിട്ടില്ലെങ്കിൽ. And some of the experiences which will make our future. I congratulate you all for making it possible to send a clear message from deep south to the whole of India that our rights cannot be taken away. We will protect our rights, and this is how Iqbal's Gulshan will be kept alive. This garden will bloom. It cannot be destroyed by few greedy people in the name of progress or growth. It reminds me that it was Bhagat Singh and his colleague B.K. Dutt. At the age of 20, B.K. Dutt was just 18, that they stood before the British Empire to challenge similar black laws which were being projected at that time, namely the Public Safety Bill and Trade Dispute Bill.
ജനാധിപത്യ വിരുദ്ധമായ നിയമങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ഒരുപക്ഷെ ഏതാനും പ്രവർത്തകരെ നിങ്ങൾക്ക് ജയിലിലാക്കാമായിരിക്കാം, കള്ളക്കേസുകളിൽ കുടുക്കിയിട്ട് നിശബ്ദരാക്കാൻ ശ്രമിക്കാമായിരിക്കാം. പക്ഷേ ഈ പ്രസ്ഥാനത്തിന്റെ വഴിത്താരകളിൽ ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വവും അനുയായികളും ഇതിനു മുൻപേ പ്രഖ്യാപിച്ച അതേ പ്രഖ്യാപനം ഞാൻ ഈ തലസ്ഥാന നഗരത്തെ സാക്ഷി നിർത്തി ആവർത്തിക്കട്ടെ. നിങ്ങൾക്ക് ഞങ്ങളെ കൊല്ലാം, കൊന്നൊടുക്കാം, പക്ഷേ നിശബ്ദരാക്കാനാവില്ല, ഞങ്ങളെ ഒടുക്കാനാവില്ല, അവസാനിപ്പിക്കാനാവില്ല. കാരണം ഇത് സത്യത്തിന്റെ പാതയാണ്, ഇത് ഹക്കിന്റെ പാതയാണ്, ഇത് ഈ രാജ്യത്തിന്റെ വികാസത്തിന്, വികസനത്തിനുള്ള, ഈ രാജ്യത്തിന്റെ നന്മയിലേക്കുള്ള, വളർച്ചയിലേക്കുള്ള പാതയിലാണ്. ഇവിടെ എനിക്ക് മുമ്പ് പ്രസംഗിച്ച ബഹുമാനരായ പ്രസംഗർ ചൂണ്ടിക്കാണിച്ചു എന്തുകൊണ്ടാണ് കരിനിയമങ്ങളെന്ന്. ഞാനതിന്റെ ഒരു മറുവശം കൂടി നിങ്ങളെ സൂചിപ്പിക്കുവാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. നിങ്ങൾക്കറിയാമോ, ഇന്ത്യ രാജ്യം, ശക്തമായ ഒരു ഇന്ത്യ രാജ്യം ലോകത്തിന് നേതൃത്വമാണ്. ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് മറ്റേതു രാജ്യത്തിന്റെയും മുമ്പേ നടക്കുവാൻ മാത്രം ശക്തമാണ് ഇന്ത്യയും, ഇന്ത്യൻ ജനാധിപത്യവും ഭരണകൂടവും. ആ രീതിയിലുള്ള ശക്തമായ ഒരു ഇന്ത്യ ഏതൊരു ഇന്ത്യക്കാരന്റെയും സ്വപ്നമാണ്. എന്നാൽ ലോകം നിയന്ത്രിക്കണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന സാമ്രാജ്യ ശക്തികൾ അവരാഗ്രഹിക്കുന്നത് ദുർബലമായ ഒരു ഇന്ത്യയാണ്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഒരു ശാപം, ഇന്ത്യയുടെ യഥാർത്ഥ ശത്രുക്കൾ തന്നെ ഇന്ത്യക്കകത്ത് ധാരാളമായി ഉണ്ട് എന്ന ഒരു ദുഃഖ സത്യമാണ്. കുറ്റവാളികളെ ശിക്ഷിക്കാനുള്ളതല്ല. സർക്കാരിന്റെ കണക്കനുസരിച്ച് താഴാനുസരിച്ച് 76,000 ആളുകളെയാണ് അറസ്റ്റ് ചെയ്തത്, അവർക്കെതിരെയാണ് കേസെടുത്തത്. ഒരുപക്ഷെ അതിൽ കൂടുതൽ ആളുകൾക്കെതിരെ കേസെടുത്തിരുന്നു. പക്ഷേ സർക്കാർ കണക്കനുസരിച്ച് 76,000 പേരാണ്. അതിൽ ശിക്ഷിക്കപ്പെട്ടത് 1.5%. ആ ടാഡ ഇത്തരത്തിലുള്ള ബഹുജന പ്രക്ഷോഭത്തിന്റെ ഫലമായി ഉപേക്ഷിക്കുവാൻ ഭരണകൂടം നിർബന്ധിതമായി. അപ്പോൾ അവർ മറ്റൊരു നിയമം കൊണ്ടുവന്നു, പോട്ട. ആ നിയമം നിലനിന്ന കാലത്ത് 1030 പേരെയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തത്. അതിൽ ശിക്ഷിക്കപ്പെട്ടത് 13 പേർ. 1030 പേരെ അറസ്റ്റ് ചെയ്തതിൽ 13 പേരെ മാത്രമേ ശിക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ നിയമത്തിന്റെ UAPAയിൽ എത്ര പേരാണ് അറസ്റ്റ് ചെയ്തതെന്നുള്ള വിവരമൊന്നും ഇതുവരെ ആധികാരികമായിട്ട് നമ്മുടെ കയ്യിലില്ല. പക്ഷേ ഇതിനേക്കാൾ പരിതാപകരമായിരിക്കും അതിന്റെ റെക്കോർഡ്, അതിന്റെ ശിക്ഷ കണക്ക് കൂട്ടുമ്പോൾ വരാൻ പോകുന്നത്. കാരണം ഇത് യഥാർത്ഥത്തിൽ ശിക്ഷിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതല്ല, ഇത് ആളുകളെ അമർച്ച ചെയ്യുവാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിന് പരിഹാരം ജനാധിപത്യ ബോധം ശക്തിപ്പെടുത്തുക, രാജ്യത്തെ ജനാധിപത്യ ധാരയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. Repressive laws. I am really very much impressed by the huge gathering, the ocean of humanity that I find in front of me, so disciplined, so committed. And all of us are in one voice saying that we are opposed to the repressive laws like the UAPA. You know, UAPA is not the only repressive law. We have ASPA, AFSPA. We had Pota, Tada and several others. And we call ourselves a democratic country. We believe, or we wish to believe, that we are living in a democracy. What is democracy? Democracy does not mean electing an individual and sending him or her to the assembly or the parliament once in 5 years to be ruled over by him or her. Democracy is a value. It is a human value. It is a social value. It is a value which has to be practiced in the society, that is outside your home and also within your family. And we are all here mainly in order to realize that dream of being able to live as a democratic society. UJPക്കെതിരായിട്ടുള്ള ഈ സമരത്തിന്, ഭാവിയിൽ നടത്താൻ പോകുന്ന സമരങ്ങൾക്ക് UCLന്റെ
എല്ലാവിധ പിന്തുണയും ആദ്യമായി ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്നാണ് പറയുന്നത്. പക്ഷേ ഭരണാധികാരികൾക്ക് അല്പം പോലും ജനാധിപത്യ ബോധമില്ല എന്നാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ വലിയ കരിനിയമങ്ങൾ, ശക്തമായ കരിനിയമങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ജനങ്ങളുടെ പേർ ഏൽപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ മൗലിക അവകാശങ്ങളെ നിരന്തരം ധ്വംസിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജനാധിപത്യ ബോധമുള്ള സർക്കാരുകളാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ഭയപ്പെടണം. ജനങ്ങളെ ഭയപ്പെടുന്ന ഒരു സർക്കാരാണ് ഏറ്റവും അധികം ജനാധിപത്യ മൂല്യത്തിൽ വിശ്വസിക്കുന്ന സർക്കാർ എന്ന് തെളിയിക്കുന്നത്. പക്ഷേ ഇവിടെ സർക്കാരുകൾക്ക് ജനങ്ങളെ ഭയമില്ല, മറിച്ച് ജനങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി സർക്കാരുകൾ പലവിധത്തിലുള്ള കർക്കശ നിയമങ്ങൾ ഉണ്ടാക്കുന്നു. ആ കർക്കശ നിയമങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി അതിഭീകരമായ രൂപത്തിൽ പോലീസിനെ ഉപയോഗിക്കുന്നു. പോലീസിനെ കൊണ്ട് സാധിക്കാതെ വരുമ്പോൾ പട്ടാളത്തെ ഉപയോഗിക്കുന്നു. അടിസ്ഥാനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നേതാക്കന്മാരും കോടതി പോലും വിട്ടുപോയ ഒരു വിഷയമാണത്. നിയമം എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് നീതി ലഭ്യമാക്കാൻ വേണ്ടിയാണ്, അല്ല നിയമത്തിൽ കളിക്കാൻ വേണ്ടിയല്ല, നിയമത്തിൽ നിലനിർത്താൻ വേണ്ടിയല്ല. നിയമത്തിന്റെ ലക്ഷ്യം നീതി ലഭിക്കുക, നീതി ലഭ്യമാക്കുക എന്നുള്ളതാണ്. എങ്ങനെ നീതി? അതിന്റെ ഡെഫിനിഷൻ എന്താ? നീതിയുടെ ഡെഫിനിഷൻ ക്രിമിനൽ നിയമത്തിൽ പറയുന്ന നീതിയുടെ ഡെഫിനിഷൻ ലാ സീസൺ വിത്ത് മെഴ്സി ഈസ് ജസ്റ്റിസ് എന്നാണ്. നിയമം കാരുണ്യത്തിൽ പാകപ്പെടുത്തിയെടുത്ത നിയമമാണ് നീതി എന്നാണ് ഇതിന്റെ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ എല്ലാ ഭീകരവാദികളും മുസ്ലിങ്ങളാണെന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞ സാമ്രാജ്യത്വത്തിന്റെ ഏജന്റുമാരുടെ ഈ പ്രവണത ഇത് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. അവസാനിപ്പിച്ചില്ലെങ്കിൽ നാളുകൾ വലിയ വിപത്തുകളിലേക്കായിരിക്കും നമ്മുടെ ഇന്ത്യ മഹാരാജ്യം, നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എവർക്കും അറിയാം. രാജ്യത്തിന്റെ അഖണ്ഡത, ഐക്യത, മതേതരത്വം അത് കാത്തു സൂക്ഷിക്കേണ്ട സാഹചര്യത്തിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക. നമ്മുടെ ഈ വേദി എന്നെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണോ അല്ലെങ്കിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണെങ്കിൽ ഇവിടെ രാഷ്ട്രീയ നേതാക്കളുടെ ഒരു വൻ നിര കാണുമായിരുന്നു. പക്ഷേ ഞാനിവിടെ കാണുന്നത് ഒട്ടനവധി രാഷ്ട്രീയ നേതാക്കളെ ഈ സമ്മേളനത്തിൽ അവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ സ്വാഗതവും അർപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ ആ നേതാക്കളുടെ നിര യഥാർത്ഥത്തിൽ ഈ വേദിയിൽ കണ്ടില്ല എന്ന സത്യം നമ്മളുടെ മുന്നിൽ നിൽക്കുന്നു. വരും, വീണ്ടും തെരഞ്ഞെടുപ്പുകൾ വരും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ആരെയാണ് അധികാരത്തിന്റെ സോപാനങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തേണ്ടതെന്ന് നിങ്ങൾ ചിന്തിക്കുക. മരണവുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംഭവം കൂടി ഉണ്ടാവുകയുണ്ടായി. ഇക്കഴിഞ്ഞ 20-ാം തീയതി, അതായത് കൃത്യം 10 ദിവസങ്ങൾക്ക് മുമ്പ്, ഒരു റിട്ടയേർഡ് IG അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറയുകയാണ്, ഇതേപോലെ ഇവിടത്തെ അന്വേഷണ ഏജൻസികളുടെ കയ്യിൽ ധാരാളം മുസ്ലിം ചെറുപ്പക്കാരുണ്ട്, അവർ പോലീസിന്റെ കയ്യിലാണ് എന്ന് അവരുടെ വീട്ടുകാർക്ക് പോലും അറിയില്ല. ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇവരൊക്കെ തന്നെ ഉണ്ടാക്കുന്ന ഓരോ കേസുകളിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉണ്ടാവുന്ന കേസുകളിൽ ആളുകളെ കിട്ടാതെ വരുമ്പോൾ കുറേശ്ശെയായിട്ട് ഇവരെങ്ങനെ ഹാജരാക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മനസ്സ് വിഷമിച്ചിട്ടാണ് ഇത് പറയാതിരുന്നാലുള്ള എൻ്റെ ഉത്തരവാദിത്ത ബോധത്തിലുള്ള തെറ്റിനെ ഭയന്നിട്ടാണ് ഞാൻ ഇന്നിങ്ങനെ പത്രസമ്മേളനം വിളിച്ചിട്ട് ഇത് വിശദീകരിക്കുന്നതെന്ന് ഹിന്ദുവായ ഒരു റിട്ടയർഡ് IG ശ്രീമാൻ SR ധാരാപൂരി ഈ കഴിഞ്ഞ 20-ാം തീയതി 10 ദിവസം മുമ്പാണ് വിശദീകരിച്ചത്. ഇതാണ് ഇന്ത്യ രാജ്യത്തിലെ സ്ഥിതി. ഈ ഉയർത്തെഴുന്നേൽപ്പ് ഭാവിയിൽ ആർക്കെല്ലാം ഭീഷണിയാകുമോ അവരെല്ലാം ഭരണകൂടം കൊണ്ടുവരുന്ന കിരാത നയങ്ങളെ എതിർക്കാതെ മാറി നിൽക്കുക സ്വാഭാവികമാണ്. വൻ സാമ്പത്തിക ശക്തികളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന ഒരു അവിശുദ്ധ സഖ്യമാണ് നാടിന്റെ നിയന്ത്രണം കൈയാളുന്നത്. ആ സഖ്യങ്ങൾ തകർക്കാൻ പര്യാപ്തമായ കരുത്തുറ്റതും ശക്തവുമായ ജനകീയ ജനാധിപത്യ മുന്നേറ്റം രൂപപ്പെടുത്തിയെടുക്കുക നീതി പുലർന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു ഇന്ത്യക്കാരന്റെയും ദൗത്യമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പഴയ കാലത്തെ പ്രവർത്തകർ സമുദായത്തെപ്പറ്റി ബോധവാന്മാരായിരുന്നു, സമുദായത്തിന്റെ കാര്യത്തിൽ തൽപരരായിരുന്നു.
സമുദായമായിരുന്നു അവളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ നിന്ന് ബഹുദൂരം മാറി നിങ്ങൾ കസേരമോഹികളായതിന്റെ പേരിലാണ് അവശത അനുഭവിക്കുന്ന ഈ സമുദായത്തെപ്പറ്റി ചിന്ത നഷ്ടപ്പെട്ട് അധികാരക്കൊതിയുടെ പിന്നാലെ പോകുന്നതിന്റെ പേരിലാണ് ഈ പുത്തരിക്കണ്ടം മൈതാനം മനുഷ്യ സഹസ്രങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. തിരുവനന്തപുരം പ്രഖ്യാപനം. ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഇന്ത്യൻ ഭരണഘടന നമ്മുടെ രാഷ്ട്രജീവിതത്തിന്റെ ജീവവായുവാണ്. പൗരാവകാശങ്ങളുടെയും മനുഷ്യാവകാശങ്ങളുടെയും കാവലാളാണ് ഭരണഘടന. ഭരണഘടന പൗരന് ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കാൻ ഒരു ഭരണകൂടത്തിനും അധികാരമില്ല. പക്ഷേ ഭരണകൂട നെറുകേടുകളെ ചോദ്യം ചെയ്യുന്നവരെ ഒതുക്കി നിർത്താൻ ഭരണാധികാരികൾ പുതിയ കരിനിയമങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പൗരാവകാശത്തിനും സ്വാതന്ത്ര്യത്തിനും കൂച്ചുവിലങ്ങിട്ട അടിയന്തരാവസ്ഥയുടെ ഭീതിതമായ കറുത്ത നാളുകളിൽ നിന്ന് ഭിന്നമല്ല ഇന്നും നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതിവിശേഷം. ഭരണകൂടത്തിനെതിരായ ജനകീയ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ കരിനിയമങ്ങൾ കൊണ്ടുവരുന്നതിലൂടെ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ പ്രതീതിയാണ് രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. കൊടി പിടിച്ചാ എന്നവര് കറങ്ങുന്ന കസേരയിലിരിക്കുന്നത്. ഞങ്ങള് കൊടി പിടിച്ചാ അവര് മന്ത്രിയായത്. അവരൊറ്റയ്ക്ക് അവര് നിയന്ത്രിച്ചാൽ അവര് മന്ത്രിയാവുകയല്ല. ആണുങ്ങളാണെങ്കിൽ കടത്തിണ്ണയിലോ റോഡ് പുറമ്പോക്കിലോ എവിടെയെങ്കിലും കിടക്കാൻ പറയും. ഈ പെൺകൊച്ചുങ്ങളെയും കൊണ്ടൊക്കെ